അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കിച്ചൺ പലാസോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് റിച്ച് ആയിട്ടുള്ളതും ടേസ്റ്റിയുമായ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് കാണാം. ഇത് 3/4 കിലോ വൈറ്റ് ബസ്മതി റൈസ് വേവിച്ചെടുത്തതാണ്. നീളമുള്ള ഏത് വൈറ്റ് ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ റൈസും അതേപോലെ ബിരിയാണി റൈസൊക്കെ വേവിച്ച് ഊറ്റിയെടുക്കൂലേ, വെള്ളം വാർത്ത്, അതേപോലെ എടുത്തിട്ടുള്ളതാണിത്. ഒരു ചെറിയ ബൗൾ കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്ക, നമ്മളിവിടെ ഗ്രീന്, യെല്ലോ, റെഡ് 3 കളറും എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കളറിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഇവിടെ 3 ഉണ്ടായതുകൊണ്ട് എടുത്തെന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഒരു കളർഫുള്ളാവുമല്ലോ. ക്യാരറ്റ്, ഒനിയൻ ലീഫ് അഥവാ സ്പ്രിംഗ് ഒനിയൻ. ചിക്കന് നമ്മൾ പീസാക്കി വെറും ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണിത്. അതുപോലെ തന്നെ 2 മുട്ട, ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ഈ 2 മുട്ടയും കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക തന്നെയല്ലേ ഇതിന് പറയുക. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ പരിപാടി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വാടട്ടെ. ഫ്ലെയിം വളരെ സിമ്മിൽ വെക്കണേ. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. കൂട്ടത്തിൽ ഒന്ന് വേവിച്ചെടുക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് 2 മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡ്, ഗ്രീന്, യെല്ലോ, ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം. ഇത് 3 കളറും കൂടി നമ്മൾ ഇടുന്നതുകൊണ്ട് നമ്മളെ ഫ്രൈഡ് റൈസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. വെജിറ്റബിൾസൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവുകൾ എടുക്കാം കേട്ടോ. കാരണം ചിലർക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വളരെ കുറവായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനോ ഐഡിയക്കോ അനുസരിച്ച് അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. വെജിറ്റബിൾസ് ഒന്നും ഒരിക്കലും ഓവർ കുക്ക് ആവരുത്, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. കാരണം ഇനി വരാൻ പോകുന്ന റൈസ് ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസിലും നമ്മൾ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച 2 മുട്ടയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചേർക്കാം. സത്യം പറഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ തന്നെ സ്പ്രിംഗ് ഒനിയൻ ചേർക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ചേർക്കാം. നമ്മളിത് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. നമ്മൾ ഈ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. എന്നാലേ ഈ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോഴേ നമ്മൾ ഫ്രൈഡ് റൈസ് കാണാനും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഇതുപോലെ ഇളക്കി വേണം കേട്ടോ മിക്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മളെ റൈസ് ഉടഞ്ഞു പോവും. അതേപോലെ തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റ് വേവാകുമ്പോൾ തന്നെ ഊറ്റിയെടുക്കണം. അല്ലെങ്കിൽ വേവ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ ആ റൈസ് മുഴുവൻ പൊട്ടിപ്പോവും. ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാൻ. അടിയിലൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാവും, അതുകൊണ്ട് അടിയിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ ഇവിടെ 3/4 കിലോ റൈസാണ് എടുത്തത് എന്നുണ്ടെങ്കിലും ഈ എല്ലാ ഐറ്റംസും കൂടെ ചേരുമ്പോൾ ഏകദേശം 1 കിലോയുടെ മുകളിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടും. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ക്യാരറ്റും കുക്കുംബറും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയത്. നമുക്ക് ആകെ ഇതിന് ആ റൈസ് വേവാൻ എടുക്കുന്ന ഒരു സമയം മാത്രമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ.
അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. നമുക്കൊരു പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ ആകെ മൊത്തത്തിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു. ഈ ഇൻഗ്രീഡിയൻസൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് എല്ലാവരും ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.